വെൽ, വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. വി ആർ ടോക്കിംഗ് അബൌട്ട് ഫിൻവെസ്റ്റിംഗ്. ദിസ് ഇസ് ദ നോട്ട്. ഓക്കെ, നോട്ട്. The first point, the chapter 1, season 1, episode 1, 20 basics, financial tips by age. ഫിനാൻഷ്യൽ ടിപ്സ് ബൈ ഏജ്. ഓരോ വയസ്സിനനുസരിച്ച് നമ്മൾ ഫിനാൻഷ്യൽ ടിപ്പ് കൊടുക്കാൻ പോവാം. ആക്ച്വലി വൈ ഫിനാൻഷ്യൽ ടിപ്പ്? എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ടിപ്പ്? ഇഫ് യു ആർ ആസ്കിങ് മീ ലൈക്ക് ദാറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് വി നോ എവറിത്തിങ്. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണയുണ്ട്, നല്ല അറിവുണ്ട്, നല്ല ജ്ഞാനമുണ്ട്, നോളേജ്. പക്ഷേ ഹൗ ടു ഹാൻഡിൽ അവർ ഫിനാൻസ് എന്നുള്ളത് നമ്മൾ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, നമ്മളെവിടെയും പഠിച്ചിട്ടില്ല. റൈറ്റ്? ഓക്കെ. സോ മോസ്റ്റ് പ്രോബ്ലി ഒരു 10 വയസ്സ് വരെയൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മളെ ഹാൻഡിൽ ചെയ്യുക. സോ 10 വയസ്സ് വരെയൊക്കെ നമ്മളെ ഫാമിലി ആയിരിക്കും നമ്മളെന്ത് ചെയ്യുക, വളർത്തുക, അല്ലേ? ആ സമയത്ത് നമുക്കങ്ങനെ ഫിനാൻഷ്യൽ പോക്കറ്റ് മണിയൊന്നും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു പ്രത്യേകതരം മിഡിൽ ക്ലാസ് ഫാമിലി ടു ലോവർ ക്ലാസ് ഫാമിലിയിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറില്ല, ഐ തിങ്ക്. ആൻഡ് യു നോ വൺ തിങ്, സംടൈംസ് ചില സിനാരിയോകളിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്യാഷ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഒരു 10 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഐഡിയ വന്നു തുടങ്ങും. ഇതെങ്ങനെയാണ്, ഫണ്ട് എന്താ, ക്യാഷ് എന്താ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നൂലാമാലകൾ, ചെലവുകൾ, വരവുകൾ, ഇങ്ങനത്തെ കുറേ സംഭവം. സ്കൂളുകളിലൊക്കെ പിഗ്ഗി ബാങ്ക്സ് തുടങ്ങും. നമ്മൾ പലപ്പോഴും സ്കൂളുകളിലെ കുട്ടികളൊക്കെ പിഗ്ഗി ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഈ പിഗ്ഗി ബാങ്ക്സ് പോലും ഒരു നിർബന്ധിതമായിട്ട് ചെയ്യുന്നത് ആണോ എന്നറിയില്ല, കുട്ടികൾക്ക് അതങ്ങനെ വർക്കാവാറില്ല. ദെൻ ദേ ടേൺ ടു ഒരു യങ്സ്റ്റർ പോയിന്റിലേക്ക്, ഒരു 16 വയസ്സ് മുതൽ അങ്ങോട്ട് തുടങ്ങും. അതുവരെ ബസ് കാശൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ പുറത്തുനിന്ന് വല്ലതും കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിക്കുന്ന രീതിയിലായിരിക്കും. ഞാൻ സംസാരിക്കുന്നത് അബൌട്ട് മിഡിൽ ക്ലാസ് ആണ്. ഓക്കെ, മിഡിൽ ടു ലോവർ ലെവലിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ, ഐ ഡോണ്ട്. സോ ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അവിടെ നിന്നാണ് ഫിനാൻസ് എന്താണ്, ക്യാഷ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ക്യാഷ്, സ്റ്റാറ്റസ്, പത്രാസ്, അത് ഇത്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്, ലൈക്ക് നമ്മൾ ലേൺ ചെയ്യാൻ തുടങ്ങുകയാണ് വാട്ട് ഈസ് മണി. പിന്നെ ആ ലേണിങ് എനിക്ക് തോന്നുന്നു ഒരു ഘട്ടം വരെ ഇങ്ങനെ മൂവ് ചെയ്ത് പോയിട്ട് നമ്മുടെ ശരിക്കും നമ്മൾ ഏജ് വയസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 16 മുതൽ 19, 20 വയസ്സ് വരെ നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമായിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ, പിള്ളേർ, പയ്യന്മാരൊക്കെ പല സാധനങ്ങൾ കൊണ്ടുവരും, പല വണ്ടികൾ കൊണ്ടുവരും, പല മൊബൈലുകൾ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും അല്ലേ, എത്ര നന്നായിരുന്നേനെ. വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ചൊക്കെ വാശി പിടിക്കും, പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെയാവും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ശ്രമത്തിലായിരിക്കും. അതിനുവേണ്ടി നമ്മൾ പല ജോലികൾക്ക് വേണ്ടി ഇറങ്ങും. ഇതൊക്കെ നടക്കും. ഒരു 20 വയസ്സിന് ശേഷം ഒരു 25 വയസ്സ് വരെ വേണ്ട, ഒരു 29 വയസ്സ് വരെ കൂട്ടിക്കോളൂ, നമ്മൾ ഒരു ജോലിയിലൊക്കെ കയറി ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടും. ക്രെഡിറ്റ് കാർഡ്, പിന്നെ അതുപോലെ ലോണുകൾ കിട്ടും. ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അതും വേണമെന്നില്ല കേട്ടോ. ഒരു 20-25 വയസ്സാകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ജോലിയിലൊക്കെ കയറുള്ളൂ. അതുവരെ ഒന്ന് ഫ്രീ ആയിട്ട് ഫ്ലാഷി ആയിട്ട് നടക്കാമെന്നൊക്കെ വിചാരിക്കും. ഫ്ലാഷി ആയിട്ട് ഒന്നോ വെദർ ദ വേർഡ് ഈസ് കറക്റ്റ് ഓർ നോട്ട്, പക്ഷേ നടക്കാമെന്ന് വിചാരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഒരു 25 വയസ്സിന് ശേഷം ഒരു ജോലി കയറുന്ന സമയത്ത് ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം കയ്യിൽ കിട്ടും. ഈ സാധനം കയ്യിൽ കിട്ടുന്നത് മുതൽ ഐ തിങ്ക് ദേ ആർ ലിറ്ററലി സ്പെൻഡിങ് ലൈക്ക് എനിത്തിങ്. ഒരു ഘട്ടത്തിൽ ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, എങ്ങനെ തിരിച്ചടയ്ക്കേണ്ടതൊന്നും അറിയില്ല കേട്ടോ. ഓക്കെ, സോ ഈ ഒരു പോയിന്റിലൊക്കെയാണ് ശരിക്കും നമുക്ക് ഫിനാൻഷ്യൽ ആ ഒരു പരിപാടി ഭയങ്കരമായിട്ട് വേണ്ടത്. അതായത് ഫിനാൻഷ്യൽ ടിപ്സ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാൻ ഈ പറയുന്നത് ഫിനാൻഷ്യൽ ടിപ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ
ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ബട്ട് മോർ ദാൻ ദാറ്റ്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇനി ഈ ഒരു പരിപാടി പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ചോദിച്ചു. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏജ് വൈസ് തിരിക്കുകയാണ്. ഓക്കെ, ഒരു 16 to 19, ഓക്കെ, ഒരു 20 to 29, 30 to 49, ദെൻ 50 to 65, ഇങ്ങനെ 5 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. ദെൻ 65+. ഓക്കെ, ഈ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ള, നമുക്ക് അത്യാവശ്യമുള്ള, നമുക്ക് അനാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ, വി ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഓക്കെ, നമ്മൾ ഒക്കെ ലേൺ ചെയ്യുന്ന എന്തിനാണ്? സംഹൗ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു കൂടുതൽ ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ടിപ്സ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ലൈക്ക് മോർ ഓവർ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ എന്നാലും നമ്മൾ മറക്കുമല്ലോ, അതൊന്ന് ഓർപ്പിക്കാമെന്ന് മാത്രമാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചേനെ പോലെയാവും. പിന്നെ എപ്പോഴും നമുക്ക് പേടിയായിരിക്കും. സോ ഫസ്റ്റ് ഫിനാൻഷ്യൽ ടിപ്പ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ തരാനുള്ളത്, ഒരു ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഹൗ ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കുക? എന്താ ഈ ക്രെഡിറ്റ് സ്കോർ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. എന്നാലും കൂടുതലൊരു 10% പേർക്കെങ്കിലും ഇങ്ങനെ വന്നാൽ, നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണുകളുടെ, നിങ്ങൾക്ക് ബാങ്കിലുള്ള അക്കൗണ്ടുകളുടെ എല്ലാത്തിൻ്റെയും കൂടി വിവരങ്ങൾ വെച്ചിട്ട്, പ്രത്യേകിച്ച് ലയബിലിറ്റീസ്, അതായത് ലോണുകൾ, എല്ലാത്തിൻ്റെയും കൂടി നിങ്ങളത് തിരിച്ചടയ്ക്കുന്ന ലെവലും, നിങ്ങൾ തിരിച്ചടച്ചിട്ടുള്ള തെറ്റിയിട്ടുള്ള സമയവും, ഇതിനെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടുള്ള നിങ്ങൾക്കൊരു സ്കോറ്, ഒരു 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 ടീം സെറ്റ് ചെയ്യും. ആ സ്കോറിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് സ്കോർ. നമ്മളതിനെ സിബിൽ സ്കോർ എന്നൊക്കെ വിളിക്കും. പാൻ കാർഡ് ഉള്ളവർക്കാണ് ഇത് കിട്ടുക. സോ നിങ്ങൾ സ്കൂളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടോ, കോളേജിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടോ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ പ്രത്യേകിച്ചും ക്രെഡിറ്റ് സ്കോർ നല്ലതാക്കിയിരിക്കുക. വേറെ എവിടെ നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നന്നാക്കിയിരിക്കുക, നന്നാക്കിയിട്ട് വയ്ക്കുക. കാരണം ലൈഫിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ലോണോ മറ്റോ എടുക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ. സോ ഹൗ ക്യാൻ നമുക്കൊരു നല്ല ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാം? അതിലേക്ക് ഞാൻ പിന്നെ വരാം. സോ ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ടിപ്സിൻ്റെ, ലൈക്ക് ഈ ഒരു ഫിൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്. ലൈക്ക് ഞാൻ ഇതിനു മുമ്പ് കുറേ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ദിസ് വിൽ വർക്ക്. കാരണം I have the guts to say it, and I have the confidence to say it, whether I don't have any lighting or the messy background and everything, and this bloody knot, I know, and this bloody costume, I know everything. പക്ഷേ this will work. I have the faith in me and I have the faith in you. So stay tuned. We'll be back in 3 days. And we'll be doing videos in 3 days, every 3 days. Okay, coming. So this is Wednesday. So Thursday, Friday, by Saturday, first video will be out. Then going forward, it will be like. So we have the faith. Let's leap forth.